രാത്രി 7 മണിയോടെ സെല്ലിൽ നിന്നും പുറത്തുപോകും. ഷെറിൻ എന്താവശ്യപ്പെടുന്നുവോ അത് ജയിലിനുള്ളിൽ എത്തിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. ചെറിയനാട് ഭാസ്കര കാർണവർ കൊലക്കേസ് പ്രതി ഷെറിന് ജയിലിനുള്ളിൽ വഴിവിട്ട പല സൗകര്യങ്ങളും ലഭിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ. ജയിലിലെ ബഹുഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും ഷെറിനിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയിരുന്നുവെന്നും ഷെറിന്റെ സഹതടവുകാരി വെളിപ്പെടുത്തി. തൃശൂർ സ്വദേശിനിയായ MS സുനിതയാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത്. വധശ്രമക്കേസിൽ ശിക്ഷിക്കപ്പെട്ടാണ് 2013-15 കാലയളവിൽ സുനിത അട്ടക്കുളങ്ങര വനിതാ ജയിലിലെത്തിയത്. ഷെറിന്റെ തൊട്ടടുത്ത സെല്ലിലാണ് സുനിത കഴിഞ്ഞിരുന്നത്. ചില രാഷ്ട്രീയക്കാരുമായും ഉദ്യോഗസ്ഥരുമായും ഷെറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും സുനിത വെളിപ്പെടുത്തുന്നു. 2 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ജാമ്യം നേടിയാണ് സുനിത പുറത്തിറങ്ങിയത്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം വിവരാവകാശ നിയമപ്രകാരം ഷെറിന് എത്ര ദിവസം പരോൾ ലഭിച്ചു എന്നടക്കമുള്ള വിവരങ്ങളും ശേഖരിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 1-2 ജീവനക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഷെറിനിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയിരുന്നുവെന്നും അന്നത്തെ ജയിൽ സൂപ്രണ്ടിന് ഐപാഡ് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്നും സുനിത പറഞ്ഞു. ഷെറിൻ എന്താവശ്യപ്പെടുന്നുവോ അത് ജയിലിനുള്ളിൽ എത്തിച്ചിരുന്നു. 3 നേരവും പുറത്തുനിന്നുള്ള ഭക്ഷണമായിരുന്നു. ഷെറിന് സഹായിയായി ഒരു സഹതടവുകാരിയെയും ഏർപ്പെടുത്തിയിരുന്നു. ഇവരാണ് ഷെറിന്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുത്തിരുന്നത്. തലയണയടക്കം നൽകി സുഖനിദ്രയ്ക്കുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട്. ജയിലിനുള്ളിൽ ധരിക്കുന്നത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ള വസ്ത്രങ്ങളായിരുന്നുവെന്നും സുനിത വെളിപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. ബക്കറ്റ് നിറച്ച സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഷെറിനുണ്ടായിരുന്നു. ഇതിൽ മുഖം നോക്കാൻ കണ്ണാടി, ലിപ്സ്റ്റിക്, ഐലൈനർ തുടങ്ങി സർവ്വതുമുണ്ട്. സൂപ്രണ്ടിന്റെ പേരക്കുട്ടി കണക്കെയുള്ള ലാളനയാണ് ഷെറിന് ലഭിച്ചിരുന്നതെന്നും സുനിത വെളിപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അന്നത്തെ ജയിൽ DIGയുമായി ഷെറിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്നും സുനിത വെളിപ്പെടുത്തി. സാധാരണ വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥർ ഉണ്ടാകാറില്ല. ഇവിടെ ഷെറിനെ കാണാൻ ജയിൽ DIG അടിക്കടി എത്തിയിരുന്നു. ജയിൽ ചട്ടപ്രകാരം സഹതടവുകാരെ വൈകുന്നേരം 5:30 സെല്ലിലടച്ചാൽ പിന്നെ രാവിലെ മാത്രമേ പുറത്തിറക്കൂ. എന്നാൽ രാത്രി 7 മണിയോടെ പുറത്തിറങ്ങുന്ന ഷെറിൻ 2 മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചെത്താറ്. ഇത് സംബന്ധിച്ച കംപ്ലൈന്റ് ബോക്സിൽ പരാതി എഴുതിയിട്ടിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല. ഒരു തവണ ജയിൽ ജീവനക്കാരൻ വഴി ഇക്കാര്യങ്ങൾ മാധ്യമത്തിന് നൽകിയതിന് ജയിൽ DIG ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും സുനിത പറഞ്ഞു. ഒരിക്കലും പുറം ലോകം കാണില്ലെന്ന് പറഞ്ഞായിരുന്നു DIG ഭീഷണിപ്പെടുത്തിയത്. ഒരു തവണ ജയിൽ സന്ദർശിച്ച ജില്ലാ ജഡ്ജിയോട് താൻ ഇക്കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞിരുന്നുവെന്നും സുനിത വെളിപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തിയിരുന്നു. അന്ന് ഷെറിൻ കൈവശം വെച്ചിരുന്ന മൊബൈൽ ഫോൺ അടക്കം എല്ലാ വസ്തുക്കളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നുവെന്നും സുനിത കൂട്ടിച്ചേർത്തു.